ഹായ്. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് എ റിമൈൻഡർ ഇഫ് 2 raised to 192 ഇസ് ഡിവൈഡഡ് ബൈ 6? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് UPSCയുടെ CSAT പേപ്പറിൽ 2023 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ റിമൈൻഡേഴ്സ് എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ബേസിക്കായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 raised to 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും റിമൈൻഡർ വരുന്നത്? 2 തന്നെയായിരിക്കും അല്ലേ? കാരണം എന്താ, 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ റിമൈൻഡർ എന്താണ്? റിമൈൻഡർ ഇസ് ഈക്വൽ ടു 2. അടുത്ത 2 raised to 2 ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് 4. അപ്പോൾ റിമൈൻഡർ ഇസ് ഈക്വൽ ടു സെയിം 4. കാരണം എന്താ, ഈ 4നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 4 തന്നെ വരും. 2³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 വരും. 8 വരുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എത്രയാണ്? 2 വരുന്നത്. 2 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 16. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയാണ്? വീണ്ടും നമുക്ക് 4 റിമൈൻഡറെ കിട്ടും. 2 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32. ഇവിടെ നമുക്ക് എത്രയാണ് റിമൈൻഡർ? 32നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 വരെ പോളൂ. വീണ്ടും 2 റിമൈൻഡർ കിട്ടി. 2 raised to 6 എന്ന് പറഞ്ഞാൽ 64. ഇവിടെ നമുക്ക് 60 വരെ പോകും. അത് കഴിഞ്ഞാൽ റിമൈൻഡർ നമുക്ക് 4 കിട്ടും. സോ 2 4 2 4 എന്നുള്ള പാറ്റേൺ ഉണ്ട്. അതായത് നമുക്ക് എക്സ്പോണൻ്റ് ഓഡ് നമ്പർ ആകുമ്പോൾ റിമൈൻഡർ 2 ആകുന്നു. എക്സ്പോണൻ്റ് ഈവൺ നമ്പർ ആകുമ്പോൾ റിമൈൻഡർ 4 ആകുന്നു. ഈ രീതിയിലാണ് ഈ പാറ്റേൺ 2 4 2 4 എന്നുള്ള രീതിയിലാണ് 6 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ വരുന്ന 2ൻ്റെ മൾട്ടിപ്പിളിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഓക്കെ, സോ നമുക്ക് എന്തറിയാം? 2 raised to 192 എന്ന് പറയുമ്പോൾ ദിസ് 192 എക്സ്പോണൻ്റ് ഈസ് എ ഈവൺ നമ്പർ. സോ എന്തായിരിക്കും നമ്മുടെ റിമൈൻഡർ വരിക? ഈവൺ നമ്പർ വരുന്ന സമയത്തൊക്കെ 4 ആണ്. സോ R is equal to 4. റിമൈൻഡർ 4 ആണ്.